വഖഫ് ഭേദഗതിക്ക് മുനമ്പം വിഷയം പരിഹരിക്കാനാവാത്തതിൽ നിരാശയുണ്ടെന്ന് സിറോ മലബാർ സഭ. ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം വേണമായിരുന്നുവെന്ന് ഫാദർ ആന്റണി വടക്കേക്കര. മുനമ്പം സമരസമിതിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച് പ്രധാനമന്ത്രി. ബിജെപി മുനമ്പത്തെ ചതിച്ചെന്ന് LDF-ഉം UDF-ഉം. ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJP-ക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മാസപ്പടി കേസിൽ തുടർ നടപടി 2 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. CMRLന്റെ ഹർജിയിൽ തീരുമാനം വരും വരെ SFIO കുറ്റപത്രത്തിൽ നടപടിയുണ്ടാവില്ല. കുറ്റപത്രം കിട്ടിയതോടെ തുടർ നടപടിയിലേക്ക് ED. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്ന് വിലയിരുത്തൽ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം. അജിത് കുമാറിനെതിരെ വ്യാജമൊഴിക്ക് കേസെടുക്കാമെന്ന DGP-യുടെ നിർദ്ദേശത്തിൽ തീരുമാനം നീളുന്നു. CPM ജില്ലാ സെക്രട്ടറി ആയതിന് KK രാഗേഷിനെ പുകഴ്ത്തിയ ദിവ്യ S. അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ദിവ്യ പിണറായിക്ക് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയെന്ന് K. മുരളീധരൻ. പുകഴ്ത്തൽ നല്ല ഉദ്ദേശത്തിലാണെങ്കിലും വീഴ്ചയുണ്ടെന്ന് KS. ശബരിനാഥൻ. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്ന് ദിവ്യ S. അയ്യർ. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമുള്ള ED കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി AICC ആസ്ഥാനത്തിന് മുന്നിൽ പോലീസുമായി വാക്കേറ്റം. ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ക്ഷേത്രോത്സവങ്ങളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ പാടില്ലെന്ന കോടതി നിർദ്ദേശം അവഗണിച്ച് കൊല്ലം പൂരത്തിൽ ഹെഡ്ഗേവാറിന്റെ ഫോട്ടോ. RSS സ്ഥാപകന്റെ ചിത്രം ഉയർത്തിയത് പുതിയകാവ് കുടമാറ്റത്തിനിടെ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മെയ് 3-ാം വാരം. തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. UDF-ൽ നിന്ന് ആരെയെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് LDF എന്ന് VD സതീശൻ. CPM സീറ്റായ നിലമ്പൂരിൽ അൻവർ ഘടകമല്ലെന്ന് TP രാമകൃഷ്ണൻ. മുനമ്പം വിഷയത്തിൽ BJP-യെ കൈവിട്ട് സിറോ മലബാർ സഭയും രംഗത്തെത്തി. പുതിയ കേന്ദ്ര നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലാത്തതിൽ നിരാശയുണ്ടെന്ന് സഭ തുറന്നടിച്ചു. തിരിച്ചടി തടയാൻ BJP ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുനമ്പം സമരസമിതിയെ പ്രധാനമന്ത്രി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. The High Court order is redundant. I have to honor the judicial pronouncement, but it is challengeable in Supreme Court. മന്ത്രി കിരൺ റിജിജു തുറന്നുവിട്ട വിവാദം കത്തിപ്പടരുകയാണ്. കേരളത്തിലെ പ്രമുഖ കത്തോലിക്ക വിഭാഗമായ സിറോ മലബാർ സഭ ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നു. നിരാശരാണെന്നായിരുന്നു സഭാ വക്താവിന്റെ വാക്കുകൾ. ഈ വഖഫ് നിയമ ഭേദഗതിയോടെ മാത്രം ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ വിഷയത്തിൽ ഇനിയും നമ്മൾ നിയമപരമായ പോരാട്ടം നടത്തേണ്ടി വരും. ഒരുപക്ഷെ സുപ്രീം കോടതി വരെയും അതിനുവേണ്ടി പോകേണ്ടി വരുമെന്നും അതിനുവേണ്ട ഭരണപരമായ നിയമപരമായ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൂടെ ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും അതുവഴിയായി ഈ ഭൂമി ഇവർക്ക് റവന്യൂ അവകാശങ്ങളോടുകൂടെ ലഭിക്കുമെന്നുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ആ ജനത്തിന്റെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പിലാകുന്നില്ല, ഫലദായകമാകുന്നില്ല എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുതിയ വഖഫ് നിയമ ഭേദഗതിയോടെ മുനമ്പത്തെ ഭൂമി വഖഫിന്റെ അധികാരപരിധിക്ക് പുറത്തായെന്നായിരുന്നു സമരസമിതിയും കത്തോലിക്ക സഭകളും കരുതിയിരുന്നത്. താങ്ക് യു മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഇത് പ്രഖ്യാപിക്കുമെന്നും പൊതുവെ കരുതിയിരുന്നു. ഇതുണ്ടാകാതെ വന്നതോടെ ഇന്നലെ ലത്തീൻ കത്തോലിക്ക സഭ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. ഇപ്പോൾ സിറോ മലബാർ സഭയും. അപകടം മനസ്സിലാക്കിയ BJP മറുതന്ത്രം തുടങ്ങിക്കഴിഞ്ഞു. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രി തന്നെ സമരസമിതിയെ ദില്ലിക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച സമരക്കാർ നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ആവർത്തിച്ചു. അത് വളരെയേറെ സന്തോഷമാണ് ഞങ്ങൾക്ക് പുള്ളിയുടെ ഈ സംസാരിക്കാനായിട്ട്. പിന്നെ ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. പുള്ളിയെ ഒരു കഥം ഞങ്ങൾക്കത് തീർത്തു തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതേസമയം നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ് BJP-യും കൂടെ നീങ്ങുന്ന കത്തോലിക്ക കോൺഗ്രസും. ഒരു വിഭാഗം മുസ്ലിം വിഭാഗം ആ വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നാളിതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും സ്കൂട്ടർ ചെയ്യപ്പെടുകയും അവരതിന്മേൽ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ
മുഴുവൻ ഇറക്കി വിടുകയും അങ്ങനെയൊക്കെയുള്ള വലിയ രാജ്യത്തൊരു അരാജകത്വം ഉണ്ടാകുമായിരുന്നു. ആ അരാജകത്വം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അവർ മുൻകാല പ്രാബല്യം കൊടുക്കാഞ്ഞത്. നിയമം ഉണ്ടായി, ചട്ടങ്ങൾ ഉണ്ടാകണം. എല്ലാ നിയമത്തിനും ചട്ടങ്ങൾ ഉണ്ടാകണം. ഒരു നിയമവും നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാവുന്നത്. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാകും. ആ ചട്ടങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ചട്ടങ്ങൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ വിമർശനം കടുപ്പിക്കുകയാണ് LDFും UDFും. കേന്ദ്ര സർക്കാർ മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. BJPയുടെയും RSSന്റെയും നാടകം പൊളിഞ്ഞെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പര്യാപ്തമല്ല. ഒരിക്കലും അവസാനിക്കാത്ത നിയമപ്രശ്നത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത്. വകുപ്പിൻ്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJPക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമല്ല വേണ്ടത്, യോജിച്ച വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അവിടെയുള്ള താമസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സംരക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതിനുതകുന്ന നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്നാണ്. വൈകിട്ട് 3 മണിക്ക് കോഴിക്കോടാണ് റാലി നടക്കുക. പൊതുസമ്മേളനത്തിൽ പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജാവാറിംഗ് മുഖ്യാതിഥിയാകും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് MPമാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക്. 73 ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുക. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, CPI, DMK തുടങ്ങിയ കക്ഷികളും സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാർ തടസ്സ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. വഖഫ് നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾ ഭൂമി നിയമവിരുദ്ധമായി പിടിച്ചെടുക്കാൻ അനുവദിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകരായ ഹരിശങ്കർ ജെയിനും വിഷ്ണു ശങ്കർ ജെയിനും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസം. SFIOയുടെ അന്തിമ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. കേസിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CMRLന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഈ രീതിയിൽ നടപടി സ്വീകരിക്കാനാകുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന വിലയിരുത്തലിലാണ് PMLA വകുപ്പുകൾ ചുമത്തുവാനുമാണ് EDയുടെ ആലോചന. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഇന്ന് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് SFIOയുടെ തുടർ നടപടികൾ തടഞ്ഞുകൊണ്ടുള്ളതല്ലേ? അതിൽ ED തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ? മഞ്ജുഷ്, എന്തായാലും SFIയുടെ തുടർ കുറ്റപത്രം അടക്കം സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ വിചാരണ കോടതിയുടെ നടപടികളെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രതികളായിട്ടുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയിട്ടുണ്ട്. അവർക്ക് വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരാക്കാൻ അടക്കമുള്ള നോട്ടീസുകൾ നൽകുന്നതിന്റെ സാഹചര്യം, അതായത് തിങ്കളാഴ്ച അത്തരത്തിൽ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ ഒരു നടപടി. അതിൽ പ്രധാനപ്പെട്ട വാദം CMRL കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഈ SFIO സമർപ്പിച്ച റിപ്പോർട്ട് അത് ഒരു കുറ്റപത്രം പോലീസ് റിപ്പോർട്ടല്ല. SFIO റിപ്പോർട്ടിനെ പരാതിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കോടതിക്ക് എതിർകക്ഷികളെ കൂടി കേൾക്കേണ്ടതുണ്ട്. പ്രധാനമായും CMRL പറയുന്ന വാദം ഇപ്രകാരമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുന്ന സാഹചര്യം SFIO ഒരു അന്വേഷണം നടത്തി അതിൽ കുറ്റപത്രം അടക്കം വിചാരണ കോടതിയെ
സമർപ്പിച്ചപ്പോഴും ഈ എതിർകക്ഷികളുടെ വാദം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ എതിർകക്ഷികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഒരു ഘട്ടത്തിൽ പോലും കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇത് CMRന്റെ ഒരു വാദം കൂടി കേൾക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കൂടി കേൾക്കേണ്ട ആവശ്യമില്ലേ? അവർക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത്? ഇത് കേൾക്കേണ്ട ബാധ്യതയില്ലേ എന്ന് കൂടി കോടതിയിൽ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് കോടതി അത്തരത്തിലൊരു നിരീക്ഷണം കൂടി നടത്തിയത്. ഇങ്ങനെ ഒരു രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമോ? അതിൽ ചില ആശ്ചര്യം കൂടി, സംശയം കൂടി കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 മാസത്തെ, ഇപ്പോൾ വേനലവധിയാണ്, അവധിക്കാല ബെഞ്ചായിരുന്നു ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചത്. 2 മാസത്തിന് ശേഷം കോടതി വീണ്ടും തുറക്കുമ്പോൾ ആ സമയത്ത് ഈ ബെഞ്ച് തന്നെ വിശദമായി ഇതിന്റെ ഒരു വാദം കേൾക്കും. ആ വാദങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു വിചാരണ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലടക്കം കൂടുതൽ നടപടികളൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വീണ വിജയനെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ED കഴിഞ്ഞ ദിവസം ഈ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഒരു റിപ്പോർട്ട്, ആ ഒരു പകർപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അത് വിശദമായി പഠിച്ച ശേഷം ED ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യാൻ, വിളിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനും ED തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് EDയുടെയും നിഗമനം. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ED കടന്നു കഴിഞ്ഞു. അതിനിടയിൽ തന്നെയാണ് ഈ ഹൈക്കോടതി ഈ ഒരു വിചാരണ കോടതിയുടെ നടപടിയെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്കും ഹൈക്കോടതി വിവരങ്ങൾ നൽകിയത്. വിചാരണ കോടതിയിലെ വിചാരണ നടപടികൾക്കാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത്. 2 മാസത്തേക്കാണ് ഈ സ്റ്റേ ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടായേക്കും. മെയ് 3-ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും. ഒരുക്കങ്ങൾ പൂർണ്ണമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നിലമ്പൂരിൽ അടുത്ത മാസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. ഒരുക്കങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തൃപ്തി പ്രകടിപ്പിച്ചു. അടുത്തയാഴ്ച ആദ്യം പ്രഖ്യാപനമുണ്ടാകും. മെയ് 3-ാമത്തെ ആഴ്ചയാകും ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് UDF തയ്യാറെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് UDFൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് LDF എന്നും പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ്, ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവർ സ്ഥാനാർത്ഥി പോലും ഇല്ല അവർക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിക്കുക. ഇടത് വലതു മുന്നണികൾക്ക് ഒരുപോലെ അഭിമാന പ്രശ്നമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിലേറെ മുൻ MLA PV അൻവറിനും. അൻവറിന്റെ ശക്തിയിലല്ല നിലമ്പൂർ വിജയിച്ചതെന്ന് തെളിയിക്കുകയാണ് ഇടതുമുന്നണിയുടെ പ്രധാന വെല്ലുവിളി. മുന്നണിയുടെ ശക്തി കേന്ദ്രം തിരിച്ചുപിടിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് UDFും കണക്കുകൂട്ടുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ BJPയും വൈകാതെ ആരംഭിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാൻ കോൺഗ്രസ്. സാധ്യത പട്ടികയിൽ ഉൾപ്പെട്ട VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും കടുംപിടുത്തം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പുതിയ നീക്കം. ഇന്ന് ചേരുന്ന KPCC എക്സിക്യൂട്ടീവിന് പിന്നാലെ പ്രത്യേക സമിതി യോഗം ചേരുമെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുന്നത്. സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച DCC അധ്യക്ഷൻ VS ജോയിയും മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ ആര്യാടൻ ഷൌക്കത്തും സീറ്റിനു വേണ്ടി അവകാശവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സമിതിയെ നിയോഗിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ തുടങ്ങിയവരാകും സമിതി അംഗങ്ങളെന്നാണ് സൂചന. അൻവറിന് മുൻപിൽ തോൽക്കാതിരിക്കാൻ LDF കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും അനൌദ്യോഗികമായി സ്വന്തം നിലയ്ക്ക് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രാദേശിക നേതൃത്വത്തിന് കൂടി സ്വീകാര്യതയുള്ള പൊതുസമ്മതനെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ടതായാണ് വിവരം. ഈ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചു. അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ കണ്ടെത്തൽ. അതേസമയം സർക്കാർ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം. കവടിയാറിലെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന് പിന്നാലെയാണ് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചത്. അതേസമയം അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാർ നിലപാടിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിന്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിനെ കൂടി ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തരാക്കി. പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും. അത് അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും KM എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി. ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ്. അതിലൊരു തർക്കവുമില്ല. ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ DGP ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശന്റെ റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ്. അതേസമയം P വിജയനെതിരായ വ്യാജമൊഴി ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കാമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും മൌനം തുടരുകയാണ്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി വരുന്ന മെയ് 30 വിരമിക്കാനിരിക്കെ DGP സ്ഥാനത്തേക്കുള്ള UPSC ബോർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേര് ഉൾപ്പെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിജിലൻസിന് പുറമെ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള സർക്കാർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. തനിക്കെതിരെ ഗൂഢാലോചനയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നാണ് KM എബ്രഹാം മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ പരാമർശങ്ങൾ ഇങ്ങനെ: ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട്. താൻ ധനവകുപ്പ് സെക്രട്ടറിയായിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. 3 പേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖാ തെളിവുകൾ തന്റെ പക്കലുണ്ട്. 2015 മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നും കത്തിൽ പറയുന്നു. താൻ സ്ഥാനത്ത് തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പരാമർശമുണ്ട്. മുൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ കൂടി ലക്ഷ്യമിട്ടാണ് KM എബ്രഹാമിന്റെ നീക്കങ്ങളെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് KM എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ജോമോൻ പുത്തൻപുരയ്ക്കൽ തനിക്കെതിരെ കോടതിയെ സമീപിച്ചത് വ്യക്തിവൈരാഗ്യം കാരണമാണെന്ന് കഴിഞ്ഞ ദിവസം എബ്രഹാം പറഞ്ഞിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കൽ റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തതിന് ധനവകുപ്പ് സെക്രട്ടറിയായിരിക്കെ താൻ പിഴ ചുമത്തിയതാണ് ശത്രുതയ്ക്ക് കാരണം. ജേക്കബ് തോമസിനെതിരെ 20 കോടിയുടെ ക്രമക്കേട് താൻ കണ്ടെത്തിയിരുന്നു. എല്ലാ രേഖകളും പരിശോധിക്കാതെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഭാര്യയുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പരിശോധിച്ചില്ല. കൊല്ലത്തെ വ്യാപാര സമുച്ചയം സഹോദരന്മാരുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും അതിനെല്ലാം രേഖയുണ്ടെന്നും എബ്രഹാം പറയുന്നു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ KM എബ്രഹാം അഭിഭാഷകരെ കണ്ടു. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് KM എബ്രഹാമിനെതിരെയുള്ള പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ S അയ്യരുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യയെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അഭിനന്ദനം സതുദ്ദേശപരമാണെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ദിവ്യയുടെ ഭർത്താവ് KS ശബരിനാഥൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയും KK രാഗേഷും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ, കർണന് പോലും അസൂയ തോന്നുന്ന കവചം, വിശ്വസ്തതയുടെ പാഠപുസ്തകം. ഈ തലക്കെട്ടിൽ ദിവ്യ S അയ്യർ സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്.
കോൺഗ്രസ് നേതാവ് KS ശബരിനാഥന്റെ ഭാര്യയാണ് ദിവ്യ എന്നതും പ്രകോപനം കൂട്ടാൻ കാരണമായി. കടുത്ത വിമർശനം പതിവ് പോലെ K മുരളീധരന്റേതായിരുന്നു. അതായത് ഈ പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം, അത്രേ പറയുന്നു. കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനം കടുക്കുമ്പോഴും രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയന്റെ മരുമകൾക്കെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. നോ കമന്റ്സ്. അഭിനന്ദനം സതുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ടെന്നായിരുന്നു KS ശബരിനാഥന്റെ പ്രതികരണം. സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സർക്കാരിനെ അഭിനന്ദിക്കാം, പക്ഷേ രാഷ്ട്രീയ നിയമനത്തിൽ അഭിനന്ദിക്കുന്നത് അതുപോലെയല്ലെന്നും ശബരിനാഥൻ വിശദീകരിച്ചു. ദിവ്യക്കെതിരായ ആക്രമണം പ്രതിരോധിച്ച് രംഗത്ത് വന്ന KK രാഗേഷ് ദിവ്യക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്നും പറഞ്ഞു. ഇപ്പോ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും. നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ട എന്നായിരുന്നു ദിവ്യ എസ് അയ്യരുടെ സമൂഹ മാധ്യമം വഴിയുള്ള മറുപടി. നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് 4 ആളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകും. ഉച്ചയ്ക്ക് 2-നാണ് ചീഫ് സെക്രട്ടറി സമയം നൽകിയിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമം വഴി നിരന്തരം വിമർശനം നടത്തിയതിനാണ് കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഹിയറിംഗ് ലൈവായി നടത്തണമെന്ന പ്രശാന്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തള്ളിയിരുന്നു. IAS തലപ്പത്ത് മാറ്റം. ഷർമിള മേരി ജോസഫാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതലയും ഉണ്ടാകും. S ഹരികിഷോറിനെ നോർക്ക സെക്രട്ടറിയായി നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ OSD-യായും ലോക കേരള സഭയുടെ ഡയറക്ടറായും പ്രവർത്തിക്കും. കേശവേന്ദ്രകുമാറാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി. മീർ മുഹമ്മദ് IAS KSIDC MD-യാകും. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അധിക ചുമതലയും ഉണ്ടാകും. TV അനുപമ തദ്ദേശ വകുപ്പിൽ സ്വതന്ത്ര ചുമതലയുള്ള സ്പെഷ്യൽ സെക്രട്ടറിയായി തുടരും. ശ്രീറാം സാംബശിവറാവുവിനെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. പരിസ്ഥിതി വകുപ്പ് ഡയറക്ടറുടെ ചുമതലയുമുണ്ട്. ഡോക്ടർ S ചിത്രയാണ് ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. ഹരിത V കുമാറിന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ അധിക ചുമതല നൽകി. ശ്രീറാം വെങ്കിട്ടരാമന് KFC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം പൂരത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പരാതി നൽകി DYFIയും യൂത്ത് കോൺഗ്രസും. സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊല്ലം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയാണ് ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ RSS സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിച്ചത്. കൊല്ലം പൂരത്തിന്റെ കുടമാറ്റത്തിൽ RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിലാണ് വിവാദം. നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചത്. BR അംബേദ്കർ, ശ്രീനാരായണ ഗുരു എന്നിവരുടെ ചിത്രങ്ങളും കുടമാറ്റത്തിലുണ്ടായിരുന്നു. ക്ഷേത്രോത്സവത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ ചിഹ്നമോ ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തുക. അന്വേഷണം ആവശ്യപ്പെട്ട് DYFI ഹൈക്കോടതി രജിസ്ട്രാർക്കും യൂത്ത് കോൺഗ്രസ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. നേരത്തെ കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിൽ വിപ്ലവഗാനം പാടിയതും കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ RSS ഗണഗീതാലാപനവും വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചത്. ന്യൂസ് 18 കൊല്ലം.
കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിലെ RSS ഗണഗീതാലാപനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നടപടിയുമായി ഹൈക്കോടതി. പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് കായിക ആയുധ പരിശീലനം നടത്തിയവരെ കക്ഷി ചേർക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നടത്തുന്ന ജനകീയ ഹർത്താൽ തുടരുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഹർത്താലിന് പിന്തുണ നൽകുന്നുണ്ട്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ്, സെബാസ്റ്റ്യൻ എന്നിവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ അമ്മ അംബികയെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് 3 പെൺമക്കൾ. എപ്പോൾ വേണമെങ്കിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് ജീവിക്കുകയാണ് ഇവർ. ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ രാവിലെ അറിയണത് ഇല്ല. 20, 17, 12 വയസ്സുകൾ മാത്രമുള്ള 3 പെൺകുട്ടികൾ. വിഷുസദ്യ കഴിച്ച് കാട്ടിൽ തേനെടുക്കാൻ പോയതാണ് അച്ഛൻ രവിയും അമ്മ അംബികയും. രാവിലെ അറിയുന്നു അമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന്. അച്ഛൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലും. കാട്ടാനപ്പേടിയിൽ ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാട്ടാനകൾ കൂടിയ കാരണം ഇപ്പം ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. പുഴയിൽ പോകാനോ അല്ലെങ്കിൽ വിറകിന് പോകാനോ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. വിറകിന് പോകണമെങ്കിൽ തന്നെ ആനേനെ പേടിക്കണം. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുകയല്ലാതെ മറ്റു വഴികളില്ല ഇവർക്ക്. ഇവിടം വിട്ടാൽ വേറെ എങ്ങോട്ടു പോകാൻ? വനം വകുപ്പും വനപാലകരും പേരിന് മാത്രം. ആനക്ക് വല്ല പറ്റിയതോടെ ഒരു മുന്നേ ചോദിക്കണത്. ജീവന് വിലയില്ല, ആദിവാസിയല്ലേ. ജീവന്റെ വിലയായി നൽകുന്ന നഷ്ടപരിഹാര തുകയല്ല, മറിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ജനപ്രതിനിധികളെയും ഒരു ഭരണ സംവിധാനത്തെയുമാണ് ഇവർക്ക് ആവശ്യം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 അതിരപ്പള്ളി. വനമേഖലയിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് മരണങ്ങളാണെന്ന് സിറോ മലബാർ സഭ. വന്യമൃഗങ്ങൾക്കുള്ള ആനുകൂല്യം മനുഷ്യന് കിട്ടുന്നില്ലെന്നും വനം മന്ത്രി രാജിവെക്കണമെന്നും ഫാദർ ആന്റണി വടക്കേക്കര ആവശ്യപ്പെട്ടു. വനത്തിൽ കിടക്കുന്ന കാടന്മാരായ വനജീവികൾക്കുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന മനുഷ്യന് അനുകൂലമായ രീതിയിൽ വനനിയമങ്ങളെ മാറ്റിയെഴുതുകയും വനപാലകര് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നിയമം പാലിക്കേണ്ടതെന്നും വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ വന്യജീവികൾക്ക് വേണ്ടി മനുഷ്യൻ കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ കാര്യങ്ങളിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ. പറയൂർ ചിന്നാർ റോഡിൽ കാട്ടാനിറങ്ങി. വിരിക്കൊമ്പൻ എന്ന ആനയാണ് കഴിഞ്ഞ ദിവസം മേഖലയിൽ വന്നത്. ആന വാഹനങ്ങളെ പിന്തുടർന്നത് പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അരമണിക്കൂറോളം ആന തടഞ്ഞിട്ടു. പിന്നീട് കാട് കയറുകയായിരുന്നു. അബോധാവസ്ഥയിലും വെന്റിലേറ്ററിലായിരുന്നപ്പോഴും ആശുപത്രി ജീവനക്കാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി എയർ ഹോസ്റ്റസ്. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ച് നടന്ന സംഭവത്തിൽ 46കാരിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്ത പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഹോട്ടൽ നീന്തൽക്കുളത്തിൽ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇരയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിൽ ലൈഫ് സപ്പോർട്ടിൽ കഴിയുമ്പോൾ ലൈംഗികമായി മോശം പെരുമാറ്റമുണ്ടായെന്നും ഗുരുതരമായ അവസ്ഥ കാരണം അപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇരയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് മേദാന്ത ആശുപത്രി അറിയിച്ചു. PM ശ്രീയിൽ ചേരാതെ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണമെന്ന് CPI മുഖപത്രമായ ജനയുഗം. മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുതെന്നാണ് ജനയുഗം ആവശ്യപ്പെടുന്നത്. PM ശ്രീ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. കേരളം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് നീക്കം നടക്കുന്നതെന്നും ജനയുഗം വിമർശിക്കുന്നു. PM ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്ന് AISF ആരോപിച്ചു.
നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇഡി കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് AICC ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നാഷണൽ ഹെറാൾഡ് കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേക കോടതിയിലെ നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെടുന്നതാണ് പരിഗണനയിലുള്ളത്. പ്രതിഷേധം ശക്തമാക്കുന്നത് ആലോചിക്കാൻ നേതാക്കൾ ഇന്ന് യോഗം ചേരും. അതേസമയം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയെ ഇഡി 2ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. റോബർട്ട് വാദ്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഇഡി ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ഭീഷണിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസ് ഉത്തരവിട്ട പുതിയ നയമാറ്റങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനാണ് ഹാർവാർഡിന്റെ നികുതി ഇളവ് പദവി പിൻവലിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഹാർവാർഡ് സർവകലാശാലയിലെ നിയമനം, പ്രവേശനം, പ്രോഗ്രാമുകൾ തുടങ്ങിയവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് ഭരണകൂടം സർവകലാശാലയ്ക്ക് കത്തെഴുതിയിരുന്നു. സർവകലാശാലാ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അധികാരം കുറയ്ക്കാനും വിദ്യാർത്ഥി സംഘടനകളെയും വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികളെയും കൃത്യമായി നിരീക്ഷിക്കാനും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നികുതി ഇളവ് പദവി നഷ്ടപ്പെടുത്തി ഒരു രാഷ്ട്രീയ സ്ഥാപനമെന്ന നിലയിൽ ഹാർവാർഡ് നികുതി ചുമത്തണമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹാർവാർഡിന് നികുതി ഇളവ് പദവി നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പും പ്രൊഫസർമാരുടെ അധികാരവുമടക്കം ഉൾപ്പെടും. നികുതി ഇളവെന്നത് പൊതു താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപ് പറയുന്നു. എന്നാൽ ട്രംപ് മുന്നോട്ടുവച്ച ഇക്കാര്യങ്ങളെല്ലാം സർവകലാശാല നിരസിച്ചു. പിന്നാലെ $2.2 ബില്യൺ ഫെഡറൽ ഫണ്ടിംഗ് മരവിപ്പിക്കുന്നതായി ട്രംപ് അറിയിച്ചു. സർക്കാർ മുന്നോട്ടുവച്ച ചില ആവശ്യങ്ങൾ ജൂതവിരുദ്ധതയെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. എങ്കിലും ഭൂരിഭാഗവും ഹാർവാർഡിലെ ബൗദ്ധിക സാഹചര്യങ്ങളുടെ നേരിട്ടുള്ള സർക്കാർ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാല നിർദ്ദേശങ്ങൾ നിരസിച്ചത്. സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ലെന്നും ഹാർവാർഡ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബാഴ്സലോണയും PSG-യും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലെത്തി. 2ാം പാദ ക്വാർട്ടറിൽ തോൽവി നേരിട്ടിട്ടും ഗോൾ ശരാശരിയിലാണ് രണ്ട് ടീമുകളുടെയും മുന്നേറ്റം. ബൊറൂസിയ ഡോർട്ട്മുണ്ട് 1-നെതിരെ 3 ഗോളുകൾക്ക് ജയിച്ചെങ്കിലും ആദ്യ പാദത്തിലെ 4-0 ജയമാണ് കറ്റാലൻ സംഘത്തിന് തുണയായത്. PSG-യെ 2-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചെങ്കിലും ആസ്റ്റൺ വില്ലയുടെയും സെമി സ്വപ്നം പൊലിയുകയായിരുന്നു. ആദ്യ പാദ ക്വാർട്ടറിൽ 1-നെതിരെ 3 ഗോളിന് ജയം സ്വന്തമാക്കിയതാണ് ഫ്രഞ്ച് ടീമിനെ സെമി ഫൈനലിൽ എത്തിച്ചത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.